അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിപാവനമായ റജബ് മാസത്തിൻ്റെ 24ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നാളെ 24ാമത്തെ പകലാണ്. അൽഹംദുലില്ലാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്രയും ദിവസം നമ്മളൊക്കെ ചെയ്ത ഒരുപാട് നന്മകളുണ്ട്, എല്ലാം സ്വീകരിക്കട്ടെ, ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളുള്ളത് ഒരു പവിത്രമായ മജ്ലിസിലാണ്. ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ ചൊല്ലുന്ന ഒരു മജ്ലിസാണ്. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ 1,00,000-ഓളം വരുന്ന ആളുകൾ നമ്മുടെ മജ്ലിസ് പലപ്പോഴായി കാണുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതിലൊരുപാട് ഉമ്മമാർ തഹജ്ജുദ് നിസ്കാരം മുടക്കാത്തവരാണ്, ഒരുപാട് ആളുകൾ ദുഹാ നിസ്കാരം മുടക്കാത്തവരാണ്, ഒരുപാട് ആളുകൾ ഒരുപാട് വിശുദ്ധമായ ഖുർആൻ ആവർത്തിച്ച് ഖത്തുമുകൾ ഓതിക്കൊണ്ടിരിക്കുന്നവരാണ് അല്ലേ. കൃത്യമായി ഇതുവരെ ജമാഅത്ത് മുടക്കാത്ത ഒരുപാട് ഉപ്പമാർ കാണുന്ന സദസ്സാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് സയ്യിദന്മാരും ഒരുപാട് ബീവിമാരും ഒക്കെ നമ്മുടെ മജ്ലിസ് കാണുന്നുണ്ട്. അള്ളാഹു എല്ലാവരുടെയും മജ്ലിസ് പരിപൂർണമായി നമ്മുടെ ഈ ഇരിക്കുന്ന മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ പറയുന്ന ദിക്റുകൾക്കും സ്വലാത്തുകൾക്കും ഒരുപാട് നേട്ടങ്ങളുണ്ട്, അത് മുഴുവനും അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചില ആളുകൾ പറയുന്ന ഒരു പരാതി, ഉസ്താദെ ഞങ്ങൾ നിങ്ങളുടെയൊക്കെ മജ്ലിസ് എപ്പോഴും പങ്കെടുക്കുന്നുണ്ട്, എല്ലാ മജ്ലിസിലും പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് ദുആയൊന്നും അങ്ങോട്ട് എഫക്റ്റ് ആവുന്നില്ല, അങ്ങോട്ട് കാര്യങ്ങൾ അങ്ങോട്ടും സ്മൂത്തായി നടക്കുന്നില്ല എന്ന് ചില ആളുകൾ ഒരു പരിഭവം പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ദിക്റും സ്വലാത്തും കൊണ്ട് മാത്രം വിജയിക്കുമെന്ന് ആരാ പറഞ്ഞേ? ദിക്റും സ്വലാത്തും മാത്രം മതിയോ? പിന്നെന്തിനാ അല്ലാഹു തആല ഫർളായ അമലുകൾ നമുക്ക് വെച്ചിട്ടുള്ളത്? ഇപ്പം നമ്മൾ ഈ ചൊല്ലുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, ഇത് നമ്മൾ ഇന്ന് ചൊല്ലിയില്ല എങ്കിൽ പടച്ചോൻ പിടിച്ച് ശിക്ഷിക്കൊന്നുമില്ല, അള്ളാഹു നമ്മളെ പിടിച്ച് നരകത്തിലിടുകയൊന്നുമില്ല. ഓരോ ദിവസവും നമ്മൾ നിസ്കരിക്കേണ്ട ഫർളായ നിസ്കാരങ്ങൾ ദുഹർ, അസർ, മഗ്രിബ്, ഇശ അല്ലേ, ഈ 5 വഖത്ത് നമസ്കാരം അത് നമ്മൾ നിസ്കരിക്കാതെ, അതുപോലെ തന്നെ ഫർളായ അമലുകൾ ചെയ്യാതെ നമ്മൾ കുറച്ച് ദിക്റും സ്വലാത്തും മാത്രം ചൊല്ലിക്കൊണ്ട് നടന്ന കാര്യം നടക്കോ? ആ സ്മൂത്തായി അങ്ങോട്ട് നടക്കോ? അപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല റാഹത്തായി നടക്കാൻ ഫർളായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ, അതുപോലെ തന്നെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, 24 മണിക്കൂറും ഉസ്താദ് നിങ്ങളുടെ ക്ലാസ് കേൾക്കും, അങ്ങനെയൊന്നും ആരും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ദിക്ർ ചൊല്ലേണ്ട സമയത്ത് ദിക്ർ ചൊല്ലുക, അതുപോലെ തന്നെ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യുക, വീട്ടുജോലി ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യുക. ചില ആളുകൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പലരും പരാതി പറഞ്ഞു, ഇപ്പോൾ അങ്ങനെ കേൾക്കുന്നില്ല, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ മജ്ലിസിലല്ല, പല മജ്ലിസുകളിലും ഭർത്താവ് എന്തെങ്കിലും ചോദിക്കുമോ ഒന്ന് പോയിക്കേ, ഞങ്ങൾ മജ്ലിസിലാണ്, ഞങ്ങളുടെ ദിക്റിൻ്റെ മജ്ലിസിലാണ്, ഇപ്പോൾ അത് എടുത്തു തരാൻ പറ്റൂല, അല്ലെങ്കിൽ ഇപ്പോൾ ചോറ് വിളമ്പാൻ പറ്റൂല, ഇപ്പോൾ മജ്ലിസിലാണ് എന്ന് പറഞ്ഞ് ഭർത്താവിനോടുള്ള കടപ്പാടുകൾ അത് വീട്ടാതെ പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഭാര്യമാരോടും ചെയ്യേണ്ട കടമകൾ അത് ചെയ്യാതെ ദിക്റും സ്വലാത്തും മാത്രമായിട്ട് നടന്നാൽ ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഫർളായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു സുന്നത്തായ അമലുകൾ കൂടി ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലതുപോലെ അമൽ ചെയ്യാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ദുആരക്കാൻ നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദുആക്കളെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസിലേക്ക്, തസ്ബീഹിൻ്റെ മജ്ലിസിലേക്ക് കടക്കുകയാണ്. ഖുർആനിൻ്റെ ഹൃദയമാകുന്ന സൂറത്ത് യാസീൻ. ആ യാസീൻ സൂറത്തിൽ ഒരു ആയത്തുണ്ട്, അതൊരു ആയത്താണ്, പക്ഷെ അത് നമുക്കൊരു ദിക്റാണെന്ന നിലയിലും ഓതാൻ പറ്റുന്ന ഒരു ആയത്താണത്. എന്തെല്ലാം ആപത്തുകൾ, മുസീബത്തുകൾ, നമ്മെ ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം കാവൽ കിട്ടാൻ, പ്രത്യേകിച്ച് മഹത്തുക്കൾ പറയുന്നു, ആ ഒരു ആയത്തിൻ്റെ, ആ ഒരു ദിക്റിൻ്റെ ശ്രേഷ്ഠതയിൽ നമുക്ക് കാണാം പകർച്ചവ്യാധികൾ, വബാ, ത്വാഊൻ, അതായത് പകർച്ചവ്യാധികൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം കാവൽ കിട്ടാൻ ഒരുപാട് മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ പുണ്യമായ ഒരു ആയത്താണത്. അതൊരു ദിക്റാണെന്ന നിലയിലും നമുക്ക് ഓതാം. അതുപോലെ തന്നെ കണ്ണേറ്, സിഹർ, കരിനാക്ക്, അതുപോലെ തന്നെ അസൂയ വെക്കുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം മനുഷ്യപരമായ ഷർറുകൾ, അതിനെ തൊട്ടെല്ലാം കാവൽ കിട്ടുന്ന പുണ്യമായ വചനമാണ് ഇത്. നമുക്ക് എല്ലാ ദിവസവും ഒരുപാട് വട്ടം, കൃത്യമായ എണ്ണൊന്നും നോക്കണ്ട, ഇങ്ങനെ പറഞ്ഞോ ഒരുപാട് വട്ടം പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് നേട്ടമാണ്. നമുക്ക് കുറച്ച് നേരം അതൊന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പടർന്നു പിടിക്കുന്ന ഒരുപാട് വൈറസുകളുണ്ട്. ആ വൈറസുകളിൽ നിന്നെല്ലാം ഇപ്പോൾ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. പിന്നെ ഇപ്പോൾ ഈ ചിക്കൻ ബോക്സ്, അതുപോലെ മുണ്ടുനീര് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. മുണ്ടുനീര്, ഇങ്ങനെ ഈ കവിളിൻ്റെ ഭാഗം ഇങ്ങനെ വീർത്ത് വരുന്ന, സ്കൂളുകളിൽ നിന്നും കുട്ടികൾക്ക് അങ്ങനെ ആ ഒരു പ്രയാസം വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്കിതിങ്ങനെ പറയാം. പറഞ്ഞോ, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം,
സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം 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 സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഒരുപാട് ഔലിയാക്കന്മാർ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത ഒരുപാട് മഹത്തുക്കൾ, വലിയമാർ മരണപ്പെട്ട ഒരു മാസം കൂടിയാണ് റജബ് മാസം. അപ്പോൾ ഈ വലിയമാർ, ഔലിയാക്കന്മാർ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നത് അവരുടെ നാവുകൾ കൊണ്ട് പറയുന്ന ദിക്റുകൾ മുഖേനയാണ്. അപ്പോൾ ഔലിയാക്കന്മാർ കൂടുതലായി പറയുന്ന ദിക്ർ എന്ന് പറഞ്ഞാൽ അത് അല്ലാ അല്ലാ എന്ന ദിക്റാണ്. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് മഹത്തുക്കൾ, മഹാനായ അജ്മീർ ഖ്വാജ തങ്ങളെ പോലെ ഒരുപാട് മഹത്തുക്കൾ വഫാത്തായ മാസം കൂടിയാണല്ലോ ഈ പുണ്യമായ റജബ് മാസം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഔലിയാക്കന്മാരെ സ്ഥിരമാക്കിക്കൊണ്ടിരുന്ന 2-3 അള്ളാഹുവിലേക്ക് അടുക്കാൻ, വേഗത്തിൽ അടുക്കാൻ പറ്റുന്ന ചില വാക്കുകളുണ്ട്, ചില വചനങ്ങളുണ്ട്. നമുക്കതൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അല്ലാഹു ഹാലിരി അല്ലാഹു നാലിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ 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 അല്ലാഹു ഹാലിരി അല്ലാഹു നാലിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. പലരും പറയുന്ന പരാതിയാണ്, ഉസ്താദെ കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് 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 യാ
സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ്. പരിശുദ്ധമായ റജബ് മാസത്തിന്റെ 21-ാം രാവ് മുതൽ, അതായത് മൂന്നാമത്തെ 10-ൽ 21-ാം രാവ് മുതൽ പിന്നെ അവസാനം വരെ പറയൽ പ്രത്യേകം നല്ലതാണ്, പ്രത്യേകം പുണ്യമുണ്ട് എന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ച് നൽകിയ പരിപാവനമായ ഒരു ദിക്ർ, ആ ഒരു തസ്ബീഹ്, അതൊരു ദിക്റാണ്, തസ്ബീഹാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്കൊന്ന് പറഞ്ഞാലോ. സുബ്ഹാനല്ലാഹിർ റഊഫ് 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 സുബ്ഹാനല്ലാഹിർ റഊഫ്. പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാരൊക്കെ, വല്ലുപ്പമാരും വല്ലുമ്മമാരും നമ്മുടെ ഉമ്മച്ചിയും വാപ്പിച്ചൊക്കെ നമ്മളെ ഉറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ മക്കളെ ഉറക്കാൻ വേണ്ടി താരാട്ടുപാട്ട് പാടുമ്പോൾ അല്ലെ പറയാറുണ്ട്, ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഗൈറുല്ലാ എന്നൊക്കെ. അതൊരു താരാട്ടുപാട്ടല്ല, അതൊരു ദിക്റാണ്, വല്ലാത്ത പവറുള്ള ദിക്റാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാ, അല്ലാഹുവേ നീ എനിക്ക് മതി, മാഫി ഖൽബി ഗൈറുല്ലാ, എൻ്റെ മനസ്സിൽ നീ അല്ലാതെ വേറെ ആരുമില്ല, നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ആ ഒരു ദിക്ർ അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് പറഞ്ഞാലോ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്.
حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തു തരുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള പുണ്യമായ ദിക്ർ പറഞ്ഞോ. നമ്മുടെ തെറ്റുകൾ അള്ളാഹു തആല പുറത്തു തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ ഷർറുബല മുസീബത്തുകളും നമ്മളിൽ നിന്നും തട്ടിമാറ്റപ്പെടാൻ 2 ദിക്റുകളാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തന്നത്. നമുക്കതൊന്ന് പറഞ്ഞാലോ? പറഞ്ഞോ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. പുണ്യമായ റജബ് മാസത്തിന്റെ എല്ലാ ദിവസവും 70 വട്ടം പറയൽ പ്രത്യേകം പുണ്യമുണ്ട് എന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ഒരു സുന്ദരമായ ഒരു ദിക്റുണ്ട്. അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ. അതൊരു ഇസ്തിഗ്ഫാറിന്റെ വചനം കൂടിയാണ്. അല്ലാഹു ഗഫിർലി, നീ എനിക്ക് പുറത്തു തരണം. വർഹംനി, നീ എനിക്ക് കരുണ ചെയ്യണം. വതുബ് അലയ്യ, അല്ലാഹു എൻ്റെ തൗബ നീ സ്വീകരിക്കണം. ഓരോ ദിവസവും എത്രയോ തെറ്റാണ് ഞാനും നിങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. ആമീൻ. ഇൻഷാഅല്ലാഹ് എല്ലാവരും പറഞ്ഞു. അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ. 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 اللهم اغفر لي وارحمني وتب علي. 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 اللهم اغفر لي وارحمني وتب علي.
علي اللهم اغفر لي وارحمني وتب 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 علي അൽഹംദുലില്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ഇന്നത്തെ ഈ ദിക്റിൻ്റെ മജ്ലിസിൽ ആരെല്ലാം പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫാ നൽകട്ടെ. എല്ലാ വിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട് റബ്ബ് നമ്മളെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, നാസ് ഇതൊക്കെ ഓതിയിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് ദുആയിലേക്ക് കിടക്കാം. എല്ലാവരും ഇൻഷാ അള്ളാഹ് ആത്മാർത്ഥമായി ഈ സൂറത്തുകൾ ഓതുക. ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഓതുന്നതൊക്കെ കേട്ടിരുന്നാൽ തന്നെ, ഖുർആനായ ആയത്തുകൾ സൂറത്തുകളൊക്കെ ഓതുന്നത് കേട്ടിരുന്നാൽ തന്നെ വലിയ പുണ്യമാണ് ഇൻഷാ അല്ലാഹ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. أرحم الراحمين ആയ കരുണയുള്ള റബ്ബേ, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ നാഥ. അല്ലാഹുവേ, റഹ്മാനായ റഹീമായ പടച്ച റബ്ബേ, ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്, അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും റബ്ബേ, ചെറുതും വലുതുമായ ഒരുപാട് അബദ്ധങ്ങൾ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഞങ്ങളിതാ സമ്മതിക്കുകയാണ്, ഞങ്ങളിതാ തൗബ ചെയ്യുകയാണ് റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പൊന്നു മാതാപിതാക്കൾ
മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബാദികൾ ആരെല്ലാം ഉണ്ടോ, സ്നേഹിതന്മാർ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ പലരും ഖബറിലാണ്. അല്ലാ, അവർക്കെല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് മുറാദുകളുണ്ട്. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്. വിഷമങ്ങൾ അറിയുന്ന നാഥാ, ഞങ്ങളുടെ വിഷമങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. ഹലാലായ മുറാദുകൾ അറിയുന്ന നാഥാ, ഞങ്ങളുടെ മനസ്സിന്റെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിന്റെ വേദന അറിയുന്ന റബ്ബേ, ഞങ്ങളുടെ ശാരീരികമായ വേദന നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ അറിയുന്ന റബ്ബേ, ഞങ്ങളുടെ മനസ്സിന് നീ സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് ഉമ്മമാരുപ്പമാര് ദുആ വസിയത്ത് പറയുന്നുണ്ട്. ഓരോ വീഡിയോകൾക്ക് താഴെയും കമന്റ് രേഖപ്പെടുത്തുന്നവരുണ്ട്, നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട്. റഹ്മാനെ, ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളുടെ കാര്യം പറഞ്ഞ് ദുആ വസിയത്ത് നടത്തുന്നു, അവരുടെയും ഞങ്ങളുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ അല്ലാ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെടുത്താത്ത, ദുഹാ നിസ്കാരം നഷ്ടപ്പെടുത്താത്ത, അതുപോലെ വിത്ർ നിസ്കരിക്കുന്ന, എല്ലാ ദിവസവും യാസീൻ ഓതുന്ന, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഒരുപാട് സുന്നത്തായ നോമ്പുകൾ പിടിക്കുന്ന, ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഉമ്മമാരുള്ള ഉപ്പമാരുള്ള സദസ്സാണ്. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ പറയുന്നവന് യോഗ്യതയില്ലെങ്കിലും ഈ ആമീൻ പറയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുടെ കരങ്ങൾ നീ തട്ടിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ സഫലീകരിച്ച് തരണേ അല്ലാ. ഹലാലായ മുറാദ് നീ ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. ദുഃഖങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. മനസ്സിന് നീ സന്തോഷം തരണേ അല്ലാ. ശാരീരികമായ വേദന മാറ്റിത്തരണേ അല്ലാ. നരമ്പിന്റെ പ്രശ്നം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ ഹൃദയത്തിന് പ്രശ്നം, വാൽവിന് പ്രശ്നം, അതുപോലെ കിഡ്നിക്ക്, കരളിന് സ്ട്രോക്ക് വന്നവര്, ക്യാൻസർ ഉള്ളവര്, റഹ്മാനെ പേരില്ലാത്ത മരുന്നില്ലാത്ത ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മുത്തുമുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ ശിഫാ കൊടുക്കണേ അല്ലാ. ആജിലായ കാമിലായ ശിഫാ കൊടുക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ഉമ്മമാർ, അവരുടെ മക്കൾ പരീക്ഷ എഴുതുകയാണ്. ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുകയാണ്. പലരുടെയും പരീക്ഷകൾ കഴിഞ്ഞു, ഇനി വരാനിരിക്കുന്നു. എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയം നീ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ അഭിമുഖീകരിക്കുന്ന പരീക്ഷകൾ, എക്സാമുകൾ എല്ലാത്തിലും നീ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. എല്ലാം നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. പഠിക്കുന്നതൊക്കെ ഓർമ്മശക്തിയിൽ വെക്കാനും അതനുസരിച്ച് പരീക്ഷ എഴുതാനും തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്റർവ്യൂവിന് പോകുന്ന, അതുപോലെ വിദേശത്ത് പോകുന്ന ഒരുപാട് ഞങ്ങളുടെ സ്നേഹിതന്മാരുണ്ട്, ഞങ്ങളുടെ മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ കടമുണ്ട് എന്ന് പറഞ്ഞ് പലരും ദുആ വസിയത്ത് പറഞ്ഞവരാണ്. റബ്ബേ, കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി ഞങ്ങൾക്ക് തുറന്നു തരണേ റഹ്മാനെ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ആൺകുട്ടികൾ, പെൺകുട്ടികൾ, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ലോകത്തിലെ മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ പല പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. ആ സങ്കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹു, ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാ. ഉസ്താദേ ദുആരക്കണേ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ കമന്റായി എഴുതാറുണ്ട്. പലർക്കും കമന്റ് എഴുതാൻ അറിയില്ല. ഉസ്താദേ ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കണമെന്ന് പറഞ്ഞവരുണ്ട്. റഹ്മാനെ, ആരെല്ലാം ഞങ്ങളുടെ ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നു എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇത് ഞങ്ങളുടെ അവസാനത്തെ മജ്‌ലിസ് ആക്കല്ലേ അല്ലാ. ഇത് ഞങ്ങളുടെ അവസാനത്തെ ദുആ ആക്കല്ലേ അല്ലാ.
അല്ലാ. ഇനിയും ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ ഫർളായ കാര്യങ്ങൾ ചെയ്യാനും അവസാനം മരിക്കുന്ന സമയത്ത് നിന്റെ സ്വർഗം കണ്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഹജ്ജ് ചെയ്യാൻ ഉംറ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. പോയവർക്ക് ഇനിയും പോവാനും പോകാത്തവർക്ക് ഒരുപാട് വട്ടം പോവാനും നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ട സമയത്ത് നീ നിർവഹിച്ചു തരണേ അല്ലാ. എല്ലാവിധ ആപത്ത് മുസീബത്ത് കണ്ണേറ് സിഹ്റിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണ്, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മക്കൾ ആക്സിഡന്റിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാനുള്ള വിധി തരണേ അല്ലാ. മദീനയിൽ ചെന്ന് സലാം പറയാനുള്ള വിധി തരണേ അല്ലാ. പുണ്യമായി റജബ് മാസത്തിന്റെ സുന്ദരമായ ദിനങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ശഅബാൻ മാസത്തെ എത്തിച്ചു തരണേ അല്ലാ. റമളാൻ മാസത്തെ എത്തിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പൊരുത്തം തരണേ അല്ലാ. ഈമാനും ഇഖ്ലാസും തഖ്വയും സൂക്ഷ്മതയും തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളൊക്കെ മരണപ്പെട്ട ആറടി മണ്ണിലേക്ക് കിടക്കുമ്പോൾ ഖബറിൽ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്റുകളൊക്കെ കൂട്ടാക്കി തരണേ അല്ലാ. മഹ്ശറിൽ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഅൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. നമ്മുടെ മജ്ലിസ് തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, സിഹത്തുള്ള നല്ലൊരു ജീവിതം, നല്ലൊരു ലൈഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും പരസ്പരം ദുആ രക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.